ഞങ്ങളൊരു ചെറിയ ഔട്ടിങ്ങിന് പോവാണ്. നമുക്കൊരു സ്ഥലം കാണാൻ പോവാം. ഓക്കെ, പാം. അതന്നെ ചാൽമ പറഞ്ഞോളൂ. നിങ്ങളുടെ പറഞ്ഞ ചാൽമ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കാർ നിർത്തിയേക്കുവാണ്. ഇത്രയും ബ്ലോക്ക് ഉണ്ട്. ഇത് നമുക്ക് കണ്ടുകൂടാ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇട്ടാൽ മതി. ലൈക്കും സബ്സ്ക്രൈബും നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതല്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യുക, എന്നാലും നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മൾ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് അമ്മ ആദ്യമായിട്ടാണ് പറഞ്ഞത്. അമ്മയോട് ഞാൻ ചോദിച്ചു എവിടാണ്. ഇവിടെയാണ് നമ്മളെത്തിയേ. അമ്പാട്ടുകടം കാണിച്ചു കൊടുക്കണം അമ്മ. അവർക്കൊക്കെ അമ്പാട്ടുകടം എത്തിയുണ്ടല്ലോ. നമ്മുടെ സൂപ്പർ കളവായിരിക്കും. അപ്പം നമ്മളെ കാണിക്കാൻ പോവാണ്. നമ്മൾക്ക് ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. എന്താ നമ്മൾ അടക്കാൻ പോവാണ്. ബാ ബാ. ബോട്ടിൽ പോവും അമ്മ. ബോട്ടിലൊന്ന് പോവാണെങ്കിൽ നടക്കും. ലൈക്ക് സബ്സ്ക്രൈബ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാമോ? പുതിയ സ്ഥലം. രണ്ടുപേരും കൂടി ഈവനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വന്നതാണ്. ഞങ്ങളുടെ അമ്പാട്ടടം എന്ന് പറയും. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് ആമ്പലൊന്നും അങ്ങനെ വിരിഞ്ഞ് നിൽപ്പില്ല. സന്ധ്യ സമയമല്ല, അതുകൊണ്ടാണ്. ഓട്ടോയൊക്കെ പോകുന്നുണ്ടാകാൻ നിങ്ങൾക്ക് സൗണ്ടൊന്നും കേൾക്കാത്ത. അപ്പം ഇവിടെ നല്ല വ്യൂ ആണ്. രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. കാരണം ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കും. ചാരുമ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ നിന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ല അവളോട്. അപ്പോഴാണ് അവളിങ്ങനെ നിന്ന്. അവൾക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മൾ ഇങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല.
നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാണാൻ വന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഇറങ്ങുന്നില്ല. അവിടെ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നുണ്ടോ? ചാരു വന്നപ്പോൾ തൊട്ട് ഐസ്ക്രീം വേണമെന്ന് പറയാണ്. വാങ്ങിച്ചു കൊടുത്തേക്കാം. നമ്മുടെ ചാരുമ്മയല്ലേ അല്ലേ? ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം അല്ലേ? നമുക്ക് ഐസ്ക്രീം കൊടുക്കാം. ഏതാ? സ്ട്രോബെറി ആണോ? സ്ട്രോബെറി നമുക്ക് നോക്കാം. വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, ബ്ലൂബെറി, ചോക്ലേറ്റ് മതി. ചോക്ലേറ്റ് രണ്ടെണ്ണം വേണ്ട, ഒരെണ്ണം മതി. ഒരു ചോക്കോബാർ. ചോക്കോബാർ അല്ലേ? അതെ, ചോക്കോബാർ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകും. അതും ചാരുമ്മയ്ക്ക് സർപ്രൈസാണ്. ഇതൊക്കെ ഏകദേശം ഒരു ഊഹം ഉണ്ടായിരുന്നു പുള്ളിക്ക്. ഇങ്ങോട്ടാണെന്നൊരു ഇതുണ്ടായിരുന്നു, അമ്പാട്ടുകടവിലോട്ടാണെന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് വലിയ സർപ്രൈസ് ആയില്ല. പക്ഷെ ഞാൻ വേറൊരു സ്ഥലത്ത് ചാരുമ്മേനെ ഇപ്പോൾ കൊണ്ടുപോകും. ഇത് കംപ്ലീറ്റ് കഴിച്ച് തീരുന്നതാണ് നമ്മുടെ സമയം. ചാരുമ്മ കഴിക്കാൻ ഭയങ്കര ലേറ്റാണ്. ഈ ഐസ്ക്രീമൊക്കെ ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളാണ്, പക്ഷേ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഭയങ്കര ലേറ്റാണ്. എൻ്റെ ഇവിടെ ഐസ്ക്രീം ഇരിപ്പുണ്ട്. ഇതൊക്കെ കളഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വേറൊരു സ്ഥലത്തോട്ട് പോവും. ചാരുമ്മ വേഗം കഴിച്ചാൽ വേഗം പോവും. വേഗം കഴിക്കോ? എന്നാൽ വേഗം കഴിക്ക്. ശരിക്കും ഞാനങ്ങനെ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്ന ആളല്ല കേട്ടോ. എപ്പോഴും വല്ലപ്പോഴാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇന്നലെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചാടിയപ്പോൾ തന്നെ ഒരു പനിക്കോളുണ്ടായി. ഞങ്ങൾ ഇന്നലെ പാർക്കിൽ പോയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പനിക്കോളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഓക്കെയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ പാവല്ലേ ആള് എന്നോട് ഒരു ഐസ്ക്രീമൊക്കെ അവിടുന്ന് വണ്ടി കണ്ടപ്പോഴേ ചോദിച്ചിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തരാമോ. ഭയങ്കര വണ്ടി കേട്ടോ. ഇതുണ്ടോ, എല്ലാവരും എവിടേക്കോ പോവുകയാണ്. എന്ത് വണ്ടിയാണെന്നുണ്ട്. കാരണം ഈ സമയത്ത് ഇവിടെ എല്ലാവരും വരുന്നത് നിൽക്കാൻ നല്ല സുഖമാണ്. ഇവിടെ ഭയങ്കര കാറ്റൊക്കെ ആയിട്ട് ഒരു ഇളം കാറ്റൊക്കെ വെച്ച് നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. പക്ഷെ രാവിലെ ആണെങ്കിൽ ഈ ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കും. നല്ല രസമാണ്. ഈ ആമ്പലൊക്കെ വിരിഞ്ഞ് അങ്ങ് അടിപൊളിയാണ് കാണാനായിട്ട്. പക്ഷേ നമുക്ക് രാവിലെ വരെ നടക്കത്തില്ല. രാവിലെ എനിക്ക് ജോലിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് രാവിലെ വരെ ഒന്നും അങ്ങനെ വലുതായിട്ട് നടക്കുകയില്ല. പിന്നെ ചാരുവിന് സ്കൂളിൽ പോകണം, എനിക്കും പോകും. ഇത് കാണിച്ചു തരാം. ബോട്ടൊക്കെ ഉണ്ട്. ചെറിയൊരു ബോട്ടിങ്ങൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ നമ്മളിപ്പോൾ ബോട്ടിങ്ങിലൊന്നും കയറുന്നതാണ്. നമുക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകേണ്ടതുകൊണ്ട് കയറുന്നില്ല. ജസ്റ്റ് ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണേ. ചരുമ കഴിച്ച് കഴിഞ്ഞ് ചരുമയോട് ഞാൻ പറഞ്ഞത് വേഗം കഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അവിടെ ചരുമ വേഗം കഴിച്ചു. ചരുമ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അടുത്ത സ്ഥലം എവിടെ? അന്നേരം നമ്മൾ ഇങ്ങനെ കറങ്ങാനൊക്കെ വരുന്നതേ ഉണ്ട്. നമ്മൾക്ക് വേറെ വീട്ടിൽ കുറെ പരിപാടി ഉണ്ടായിരുന്നു. വീട്ടിൽ കുറെ പരിപാടി. ഞങ്ങളിങ്ങനെ കറങ്ങാനൊന്നും അമ്മച്ചി കൊണ്ടുപോകാറില്ല അല്ലേ അരുമ? വല്ലപ്പോഴും അമ്മയ്ക്ക് തോന്നണം ഇങ്ങനെയൊക്കെ കറങ്ങാൻ കൊണ്ടുപോകും. അമ്മ ചോദിക്കുമ്പോഴൊക്കെ എല്ലാം വാങ്ങിച്ചു തരുമൊക്കെ ചെയ്യും. വാങ്ങിച്ചു തരുമൊക്കെ ചെയ്യും. പക്ഷെ പുറത്തു കൊണ്ടുപോകാൻ അമ്മയ്ക്ക് ഇച്ചിരി മടിയാണ്. കാരണം അമ്മയ്ക്ക് ഒരു പേടി, പനിക്കോട് എല്ലാം വരും. അമ്മയ്ക്ക് എപ്പോഴും പേടിയാണ്. ചാരുവിന് അസുഖം വരുന്നുണ്ട്. എപ്പോഴും പുറത്തൊന്നും കൊണ്ടുപോകത്തില്ല. പക്ഷേ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ പോകാറുണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. സന്ധ്യ ആവുകയാണ്. ഇനി നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഇരുട്ടും. അതുകൊണ്ട് ഞങ്ങൾ പോട്ടെ. ബാക്കി വീഡിയോസ് കാണാം. നമ്മൾ കറങ്ങി ചുറ്റിയൊക്കെ പോകുന്നത് അപ്പം നോക്കിയാണ് സർപ്രൈസ്. പോകുന്ന സ്ഥലം നമ്മൾക്ക് പറഞ്ഞൂടാ. എവിടെയാ പോകുന്നത് എന്നൊക്കെ ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അമ്മയോട്. അന്നേരം അയ്യോ എന്തോ ഞാൻ പറയാൻ വന്നാലും അത് ഞാൻ മറന്നു പോയി. എന്നാലും ഞാൻ പറയുന്നില്ല. നമ്മൾ സർപ്രൈസായിട്ട് ഞാൻ ഈ അമ്പാട്ടുകടവെന്ന് മാത്രമേ അമ്മ പറഞ്ഞു തന്നുള്ളൂ. അത് കാരണം എനിക്ക് ഈ സ്ഥലം എവിടെ പോവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾക്ക് വളവ് ഇതൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ സന്ധ്യയാകാറ് ഈ ഒരു സ്ഥലം കൂടെ പോയിട്ട്
നമ്മുടെ വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു സത്യവാനൊക്കെ ചൊല്ലിത്തരാം. പള്ളി വരുന്നത്. ചാരു ചോദിച്ചു കേട്ടോ നമ്മൾ പള്ളിയിലാണോ വന്നതെന്ന്. ഇവിടെയാണ് ചാരുവിന് രണ്ടാമത് ചോറ് കൊടുക്കണമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. ഇവിടെ വന്നായിരുന്നു അന്ന് ചെയ്തത്. അതൊക്കെ ഞങ്ങൾ സ്ഥിരം വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒത്തിരി നാളായി വന്നിട്ട്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നു. ചെരുപ്പൊരു പുതുപ്പള്ളി പള്ളിയിൽ വന്ന ഇപ്പം എല്ലാവരും പോയി കാണുന്ന വേറൊരാളും കൂടെ ഉണ്ട്. അത് നമുക്കൊക്കെ ഏറ്റവും ബഹുമാനപ്പെട്ടതും ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഒരാളാണ്. അദ്ദേഹത്തെ കാണാതെ ഇപ്പോൾ പുതുപ്പള്ളി പള്ളി വരുന്ന ആരും തന്നെ പോവാറില്ല. അവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ആൾക്ക് മനസ്സിലായി കാണും, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ആരാന്ന്, അദ്ദേഹം ആരാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ചാരുവിന് അത് ആരാന്ന് പോലും അറിയില്ല. അങ്ങോട്ട് നടക്കുന്ന കണ്ടതൊന്നും ആൾക്കത് അറിയാമെന്ന്. പക്ഷെ ഞാൻ അവിടെ എപ്പോൾ ചെന്നാലും അദ്ദേഹത്തിൻ്റെ കല്ലറ വരെ ഒന്ന് പോകാറുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയാണത്. അവിടെ കണ്ടില്ല എത്രയോ പേരാണ് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് കണ്ടില്ലേ. അത് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരിച്ചു. പോവാണ്. സമയം ഒത്തിരി രാത്രിയായി. അതുകൊണ്ട് ഒത്തിരി വീഡിയോസൊന്നും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നൊരു പോരാമെന്നൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരിക്കും. നല്ല ഇരുട്ടായിട്ടുണ്ട്. 2 വീലറിലാണ് ബാക്കി വീഡിയോസ് വീട്ടിൽ ചെന്നിട്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി. ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലത്തൊക്കെ കയറിയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ചാരുമയുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി, ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കിടക്കണം. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ് പറ ചാരുമാ. ബൈ.